ആവർത്തി ഇന്ന് പകലും പറഞ്ഞു. നമുക്ക് തന്ന ആരോഗ്യം, നമുക്ക് ലഭിച്ച നന്മകൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് ആരെയും എടുക്കൊണ്ടല്ലോ. നമ്മുടെ കർത്താവിന്റെ കൃപ ഈ വർഷം ആരംഭിച്ചപ്പോൾ പ്രതീക്ഷയോടെ പുതുവർഷത്തിലേക്ക് കാലുവെച്ച പലരും ഇന്ന് ഭൂമിയിൽ ഇല്ല. കുഞ്ഞുങ്ങളെ ഓർത്ത് കഴിയുന്ന മാതാപിതാക്കളെ ഓർത്ത് വേദനിക്കുന്ന മക്കൾ നഷ്ടങ്ങൾ മാത്രം ശേഷിക്കും. നന്ദി കൊണ്ട് ഹൃദയം നിറയട്ടെ. മറ്റുള്ളവർ ദൈവത്തിന് സ്തോത്രം പറയുന്നുണ്ടോ? നാം അത് ശ്രദ്ധിക്കുക. നമുക്ക് ദൈവം ചില ഉപകാരം അവർ നടാത്തത്, അവർ കുഴിക്കാത്തത്, അവർ വളവിടാത്തത് ദൈവം അവർക്ക് കൊടുത്തു. അവർക്ക് ഭക്ഷിച്ചിട്ട് കർത്താവേ അടിയോട് ഇനി എന്താ സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് ചോദിക്കാം, കർത്താവേ ഇന്ന് രാത്രി അങ്ങേക്ക് എന്നോട് എന്താണ് പറയാനുള്ളത്? അത് കേൾക്കുവാൻ ഇതാ എന്നെ ഇന്ന് രാത്രി ആത്മാർത്ഥമായി സമർപ്പിക്കുമെങ്കിൽ അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചത് നമുക്കറിയാം. അബ്രഹാമിനെ വിളിച്ചു, എന്നെ വിളിക്കത്തില്ലെന്ന് ചിന്തിക്കുന്നു. എന്റെ കർത്താവിന്റെ സംസാരിക്കുവാൻ കർത്താവേ തിരുവിഷ്ടം ഉണ്ടാകണമേ. നിന്റെ ശബ്ദത്തിന് എന്റെ പ്രശ്നങ്ങൾക്ക് ശബ്ദത്തിന്റെ മുൻപിൽ എന്റെ ആവശ്യങ്ങൾക്ക് ഉത്തരം ഏൽപ്പിച്ചു കൊടുക്കൂ. ഈ യോഗത്തിന്റെ കർത്താവിന് മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ. ദൈവമേ അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന് മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം 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 സ്തോത്രം. നാദാൽ സഹായിക്കണം കർത്താവേ, മനസ്സലിയണം ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ദൈവമേ സഹായിക്കണമേ നാഥ, മനസ്സലിയണം. ഹല്ലേലൂയ. കരുണയുണ്ടാകണം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. മനസ്സലിയണമേ സഹായിക്കണം. ഗ്ലോറി. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നാഥാ നിനക്ക്
ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം 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 നാഥാ മഹത്വം. ഹല്ലേലൂയ. ദൈവമേ, അവിടെ ഞങ്ങളോട് കരുണ കാട്ടണമേ, മനസ്സിലിടമേ, കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. 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 കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ കൃപ. ഹല്ലേലൂയ. നാഥാ കൃപ ചെയ്യണമേ, സഹായിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതികളും സ്തോത്രങ്ങളും ഈ രാത്രിയാണ് ഞാൻ Praise God for the wonderful opportunity that God has given us. God has enabled us one more night to come into God's presence. We welcome you in the name of our Lord and soon coming Jesus Christ for all the members that you have gathered today. ഞങ്ങളെ സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിച്ച് നമ്മളെല്ലാവരും ഇന്ന് രാത്രി ഇവിടെയായി. By invitation by George Woody Uncle, everybody has gathered today here. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. May God Almighty bless all of you. ഈ പ്രാരംഭത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വാഗതവും നിങ്ങൾ വന്നതിനുള്ള സന്തോഷവും പരസ്യമായിട്ട് പറയും. അതിനുശേഷം നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അല്പം ഒരുമിച്ച് പഠിക്കാം. This coming time, I would welcome George Woody Uncle to say a welcome speech to each and everybody who has gathered on here. ഒരു വർഷം കൂടി അദ്ദേഹത്തിന് ദൈവദാനമായി കൊടുത്തു. ചെയ്ത ഉപകാരത്തിനായി നിങ്ങളോട് ചേർന്ന് ഞാൻ God has given him one more year into his life. With you all, I also thank God for this wonderful time that I'm spending. നിമിഷം കൂടി നമുക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്നത് ദൈവത്തിന്റെ കൃപ. Each and every moment that God has given us, it's only by His grace. കർത്താവ് ഇന്ന് രാത്രി നമുക്ക് God is good even today. തനിക്ക് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ച എല്ലാ നന്മകൾക്കായി നമ്മുടെ ഹൃദയം നന്ദിയുള്ളതായി ഈ രാത്രി. Not only for him, but for each one of us, God has given this wonderful time. So let's be faithful and grateful to God. പ്രാരംഭ സമയം എടുക്കുവാൻ ഓർപ്പിച്ചു ഞാൻ വാക്കുകളിലേക്ക്. Kind of request you to take the first one. അതിപരിശുദ്ധനായ ദൈവത്തിന്റെ മുൻനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവദാസൻ പറഞ്ഞ പ്രകാരം ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. അതിനുപരിയായിട്ട് ജീവനുള്ള ദൈവത്തെ എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ സഭയോട് ചേർന്ന് ഒരു പ്രാവശ്യം കൂടി മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധിയിൽ ജീവനോടെ ദേശത്ത് ജീവനോടായിരിക്കാനും അതിനുപരിയായി എൻ്റെ ആയുസ്സിൻ്റെ നാളുകളിൽ ഒരു വർഷം കൂടി നീട്ടിത്തന്ന ദൈവത്തിന് ആയിരം സ്തുതിസ്തോത്രങ്ങൾ ഈ സഭാമധ്യ അർപ്പിക്കാനും ദൈവവേളിയനായ എന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന അവിടുത്തെ വലിയ ദയ ഓർത്തി ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു പ്രാർത്ഥന ചില ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഏകനായി കഷ്ടങ്ങളുടെ തടവിൽ കൂടി ഞാൻ കടന്നു പോയപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയ ജയൻ സഹോദരന് ഞാനൊരു കൂട്ടായ്മ ഞങ്ങൾ ഒന്നിച്ചായിരുന്നപ്പോൾ ആ നാളുകളിൽ വയസ്സൊക്കെ ആയപ്പോൾ ബർത്ത്ഡേ ഒന്നും കാര്യമല്ലായിരുന്നു. എന്നാൽ എൻ്റെ എളിയ ഭവനത്തിൽ ഒരു പ്രാർത്ഥനായോഗമായിട്ട് ദീർഘവർഷങ്ങൾക്ക് മുമ്പായിട്ട് ഞാൻ തുടങ്ങി വയ്ക്കുകയും അതിൻ്റെ ശേഷമായിട്ട് ഇന്ന് വരെ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു ആയുസിൻ്റെ നാളിൽ ഒരു വർഷം കൂടി ലഭിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവസന്നിധിയിൽ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാൻ വേണ്ടി ഞാൻ ഉത്സാഹിക്കുകയും ദൈവം ഇന്നുവരെയും അതിന് മുഖാന്തരങ്ങൾ ഒരുക്കി തരികയും ചെയ്തു ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അതിലുപരിയായിട്ട് എപ്പോഴും ഞാൻ എല്ലാ സ്ഥലങ്ങളും പ്രസ്താവിക്കുന്ന പോലെ 66-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ച് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയെങ്കിൽ നിന്ന് എടുത്തുകളയാതെയും ഇരിക്കുന്ന ദൈവത്തെ വാഴ്ത്തുവാൻ തക്കവണ്ണം എനിക്ക് വളരെ സംഗതിയുണ്ട്. ശിഷ്യാല കഴിഞ്ഞ വർഷത്തിൽ സഭയിലെ പ്രിയപ്പെട്ടവരും എൻ്റെ പ്രിയപ്പെട്ടവരായ ബന്ധുമിത്രങ്ങളും അറിയുന്നത് പോലെ കിടക്കയിൽ ഒരട്ടയെ പോലെ ഇഴയുന്ന ഒരവസ്ഥയിൽ എൻ്റെ ബാക്കിന് പ്രോബ്ലമായി ഞാൻ എഴുന്നേൽക്കുമോ എന്ന് ഞാൻ തന്നെ, വിശ്വാസികൾക്ക് അത് പാടില്ല. കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ പഠിക്കുന്നതാണ്. ദൈവത്തോടെ കൂടുതൽ അടുത്ത് ബലം പ്രാപിക്കുകയും പ്രത്യാശയിലൊക്കെ ആവുകയും ചെയ്യണമെന്ന്. എന്നാൽ ചില സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ അത് സാധിക്കാതെ വരുന്നു.
ഞാനൊരു സമാഗമത്തിൽ പോലും കടന്നു പോകാൻ കഴിയാതെ എല്ലാവരും ഭവനത്തിൽ നിന്ന് കടന്നു പോയപ്പോൾ ഞാൻ കിടക്കയിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എനിക്കെന്നെ എഴുന്നേൽക്കാൻ കഴിയുമോ എന്ന് ഞാൻ ചിന്തിച്ചു, പാവിട്ട് നിലവിളിച്ചു. സമാഗമത്തിന് ശേഷം പ്രിയപ്പെട്ടവരെല്ലാം ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള എല്ലാവരും ഭവനങ്ങളിൽ കടന്നു വന്ന് എന്നെ കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെയും ചെയ്തു. എന്നാൽ ഇന്ന് തൽക്കാലം ജീവനുള്ള ദൈവം ജീവിക്കുന്നുവെന്ന് വളരെ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ ദൈവനാമ മഹത്വത്തിനായിട്ട് എനിക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ രാത്രിയിൽ പറഞ്ഞാണ്, പിന്നെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയാണ്. ദൈവത്തിന്റെ വഴികൾ എത്ര ഗോചരമെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുവാൻ വേണ്ടി, ദൈവനാമോഹത്തിന് വേണ്ടി, ഇളയവനായ ദൈവം എനിക്ക് വേണ്ടി എന്റെ പ്രാർത്ഥന ശബ്ദം തള്ളിക്കളയാറ് എനിക്ക് വേണ്ടി ചില വൻകാരികൾ നിങ്ങളുടെ മുന്നിൽ പ്രസ്താവിപ്പാൻ സന്തോഷമുള്ളതുകൊണ്ട് പിന്നെയും പറയുകയാണ്. ഒരു വർഷക്കാലം എന്റെ സഹോദരൻ പറഞ്ഞിടാ, നീ ഇനി അധികം ഗെയിമിലൊന്നും പോകരുത് എന്ന്. എങ്കിലും ഞാൻ അനുസരണക്കേടാണെങ്കിലും ഒരു പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ വർഷത്തിലും അനേക ഗെയിമുകളൊക്കെ ചെയ്യുവാനും എന്റെ മൺകൂടാരത്തെ ബലപ്പെടുത്തി ദൈവ ശക്തീകരിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് തൽക്കാലം എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വന്ന് എന്നോട് ചേർന്ന് രാമദാസൻ പറഞ്ഞ പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവരായ നിങ്ങൾ ഞങ്ങളോട് ചേർന്ന് ഈ വൈകാൻ വേളയിൽ അല്പസമയം ചിലടുവാൻ നിങ്ങൾ കണ്ടെത്തിയ സമയത്തെ ഓർത്ത് ദൈവത്തെ ജനതയുമായി മഹത്വപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ ആയുസിന്റെ നാളുകളിൽ ഈ ആയുസിൽ നമുക്ക് ലഭിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ നിന്ന് വേറൊന്നും കൊണ്ടുപോകാൻ നമുക്ക് ഉണ്ടാകുകയില്ല. നമുക്ക് ലഭിക്കുന്ന ഈ കൂട്ടായ്മ എങ്ങനെയുള്ള കൂട്ടായ്മ? ദൈവസന്നിധിയിലായിരിക്കുന്ന കൂട്ടായ്മ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. വളരെ പ്രത്യാശയോടെ വളരെ സന്തോഷത്തോടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വിഷയമാണ്. അത് നിങ്ങളോട് ചേർന്ന് ഷെയർ ചെയ്യുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കടന്നു വരുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് എളിയവരായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിലുപരിയായിട്ട് സഭയായി കഴിഞ്ഞ ദിവസം പ്രിയമ്മയുടെ വിഷയത്തെ കുറിച്ച് ഞാൻ രാവിലെ പറഞ്ഞാണെങ്കിൽ ഒരു വിഷയം കൂടി അന്നേരത്തെ പറയാൻ മറന്നുപോയതാണ്. തന്റെ പാപ്പായിക്ക് റിമൂവ് ചെയ്തിട്ട് ഒരു പാത്തോളജി ലാബിന് അയച്ചു. അതിനും യാതൊരു പ്രയാസവും കൂടാതെ ഒരു പ്രയാസവും നല്ല അറിവുള്ളവരുമാണ്. വളരെ ശരീരക്ഷീണവും പ്രായവും അതിലുപരിയായിട്ട് ദീർഘവർഷങ്ങൾ ആസ്പത്രി 12 മണിക്കൂർ അനസ്തേഷ്യയില് അതിലുപരിയായ ദിവസത്തോളം വെന്റിലേറ്ററിൽ കിടന്ന് ഇന്ന് സൗഖ്യമുള്ളതായ ഭവനത്തിലേക്ക് കടന്നു പോകാന് ലോകത്തിലെ വൈദ്യശാസ്ത്രത്തിനോ മെഡിക്കലിനോ ഡോക്ടർക്കോ ഒന്നുമല്ല. അതിലുപരിയായി നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അദൃശ്യമായ ദൈവത്തിന്റെ ഒരു കാര്യം ആ വിഷയത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പ്രിയമുള്ളവരെ നിങ്ങളെ ചേർന്ന് ദൈവത്തെ സന്തോഷമുണ്ട്. കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ. കടന്നു ഒന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ തിരുത്തുകൊള്ളുന്നു. വീണ്ടും കർത്താവിന് ഞാൻ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ആദ്യമായിട്ട് ഇവിടെ വന്ന പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെ ഓർത്ത് കർത്താവിന് വീണ്ടും സ്തോത്രം അർപ്പിക്കുന്നു. നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെ പേര് പറഞ്ഞ് സ്വാഗതം ചെയ്യുവാൻ കഴിയുന്നില്ല, ക്ഷമിക്കുക. എല്ലാവർക്കായും ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം. With time constraints, I'm not able to say each one's name and welcome you, but I praise God that all of you are here. നമ്മൾ ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നു. We are worshiping God here today. ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ അറിയിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. Our vision that we have here, I would like to ദൈവവചനപ്രകാരം ദൈവത്തെ ആരാധിക്കണം. According to God's word, we worship God. കഴിയുന്നിടത്തോളം സുവിശേഷം അറിയിക്കണം. As long as it's possible to spread the gospel. കഴിയുന്നിടത്തോളം മറ്റുള്ളവരെ സഹായിക്കണം. As long as you are able to help each other. ഈ ഭൂമിയിൽ ദൈവമുള്ളവരായി ജീവിച്ച് കർത്താവിനോട് ഒരുമിച്ച് സ്വർഗ്ഗത്തിൽ വാഴുക. Be God's children in this earth at the same time in heaven we will be together. ഇതാണ് ഈ സഭയുടെ ലക്ഷ്യം. This is the vision that this church has. ഇവിടെ വലിയവരും ചെറിയവരും ഇല്ല. We do not have any difference between ലോകത്തിൽ വിവിധ ജോലികളുടെ ബന്ധത്തിലും സാമ്പത്തിക സ്ഥിതിയിലും ഇതിനകത്തുള്ളവരും ചെറിയവരും വലിയവരുമാണ്. Depending on the worldly thing, there are some people who are up and down. എന്നാൽ സഭാ ബന്ധത്തിൽ ചെറിയവരും വലിയവരും ഇല്ല. But in regards to this church, there is nobody, there is no difference. ഞങ്ങൾ എല്ലാവരും സഹോദരങ്ങൾ. We are all brethren. കൃപയാൽ ചില വർഷങ്ങളായി ഈ സഭ ആരംഭിക്കാൻ ദൈവം ഭാഗ്യം തന്നു. By grace, few years back, we thought about planting this church. ഞങ്ങൾ തമ്മിൽ ഇന്നുവരെ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. There was no differences between anybody still now. എല്ലാവരും അവരുടെ പാസ്റ്ററായി എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. Everybody loved me as the pastor. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുകയും
ബഹുമാനിക്കുകയും ചെയ്യും. And I also love and respect each other. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടി ആ കാര്യം ചിന്തിച്ച് ചെയ്യും. Whenever there is something that is needed, we together come and do that. ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, കർത്താവിനെ ഉയർത്തുക. The only one vision that we have together is to praise and glorify God. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. Please remember us in your prayers. ഇത് ഒരു പ്രത്യേക കൂട്ടർക്കുള്ളതല്ല, ദൈവ മക്കൾക്കുള്ളത്. This is not for a separate people, it is for God's children. ഇത് പ്രാർത്ഥനയുടെ ആരാധനയുടെ ആലയം. This is a church for prayer and for everyone to gather. ഇവിടെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം. Everybody has a right to pray. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. Let's each one of us together. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. Jesus Christ is the same yesterday, today and forever. അങ്ങനെ അവകാശപ്പെടുവാൻ കഴിയുന്ന ആരും ഇല്ല. There is nobody else who is determined in that form. നമ്മുടെ കർത്താവിനെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. Let's praise God for his wonderful ways. ഒരു മനുഷ്യന് അവന്റെ ഇന്നലത്തെ കുറവുകളെ ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരുവനെ വേണം. The man needs somebody to forgive his sins that is done in the ഈ past. ഭൂമിയിൽ ജനിച്ച യേശു ഒഴിച്ച് എല്ലാ മനുഷ്യരും പോരായ്മകളുള്ളവരാണ്. Everybody except Jesus has something or the other to state about their life. പറയുന്നു എല്ലാ മനുഷ്യരും പാപം ചെയ്തു ദൈവത്തെ നഷ്ടപ്പെടുത്തിയവരാണ്. Everybody in the Bible been said that everybody sinned and they lost it. എല്ലാവർക്കും രക്ഷ അത്യാവശ്യമാണ്. Everybody needs the grace to be saved. അതിന്റെ അർത്ഥം എല്ലാവരും ശിക്ഷയ്ക്ക് യോഗ്യരെന്നാണ്. Which means that everybody is bound to that punishment. എല്ലാവരും കുറവുള്ളവരെന്നാണ്. It means that everybody is bound to something. അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യനെയും വേട്ടയാടുന്ന മനസാക്ഷിയുടെ കോടതിയിലെ അവർ പ്രതികളാണ്. Everybody within their heart they have been to be jailed within themselves. ഒരുപക്ഷെ നിങ്ങളോ നിയമങ്ങളോ എന്നെയോ നിങ്ങളെയോ പ്രതിക്കൂട്ടിൽ നിർത്തിയില്ലെങ്കിലും എന്റെ മനസാക്ഷി എന്ന കോടതി എന്നെ പലപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തും. Many a times within your heart itself you are being punished even though other people would not be considering in that way. എല്ലാ മനുഷ്യർക്കും കഴിഞ്ഞകാല കുറവുകളെ പൊറുക്കുന്ന ക്ഷമിക്കുന്ന ഒരു രക്ഷിതാവിനെ ആവശ്യമാണ്. So everybody needs a savior who needs to forgive their sins done in the past. അങ്ങനെ ആരെങ്കിലും ഒരാൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. If somebody asks if there is somebody who is there, there is only one person, that is Jesus Christ. നിങ്ങൾ എന്നോട് ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്ത തെറ്റ് നിങ്ങൾ ക്ഷമിക്കും അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കും. Many a times we can forgive each other for our mistakes. എന്നാൽ ഞാനോ നിങ്ങളോ അത് പലപ്പോഴും മറക്കത്തില്ല. But we would not forget that mistake that has been done. എന്നാൽ യേശുക്രിസ്തു നമ്മോട് ക്ഷമിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ആ തെറ്റിനെ പാപത്തെ പോരായ്മയെ മറക്കുന്നവൻ കൂടിയാണ്. When Jesus forgives your sin, it is completely been forgiven. He even don't even remember it. കഴിഞ്ഞകാല കുറവുകളെ പരിഹരിച്ച് തരുന്ന രക്ഷിതാവാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. Jesus Christ is the only person who can forgive your sins and do not remember about it. അത് മാത്രം പോരാ, നമുക്ക് വർത്തമാനകാല വിഷയങ്ങളുണ്ട്. We have a lot of things that needs to be done in the future. ചില കാര്യങ്ങൾ നമ്മുടെ പ്രാപ്തി കൊണ്ട് നമുക്ക് അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും കഴിയും. There are a lot of things that we can do at this moment because of our ability. എന്നാൽ എല്ലാം നമുക്ക് അതിജീവിക്കാൻ കഴിവുള്ളവയല്ല. But a lot of things we cannot overcome with this ചില ability. കാര്യങ്ങൾ മറ്റുള്ളവരാൽ നമുക്ക് സഹായമായി ലഭിക്കും. We might get something and help from others. എന്നാൽ ആരും സഹായിക്കാൻ കഴിയാത്ത വിഷയത്തെ നാം അഭിമുഖീകരിക്കേണ്ടി വരും. But there are certain things that other people cannot help you. അങ്ങനെയുള്ള വിഷയങ്ങളെ പരിഹരിച്ചു തരുവാൻ ഒരു വ്യക്തി നമുക്ക് ആവശ്യമാണ്. There is somebody who needs to prove that particular thing. നമ്മുടെ മുഴുവൻ ഭാരങ്ങളും ചുമക്കുന്ന ഒരു വ്യക്തി നമുക്ക് We അത്യാവശ്യമാണ്. need somebody to carry that burden for us. അതിന് കഴിവുള്ളവരാണ് നമ്മുടെ കർത്താവ്. The only person is Jesus who can do it. അതിന് അവന് പണം ആവശ്യമില്ല. We don't need that money for it. അതിന് നമ്മളിൽ നിന്ന് മറ്റൊന്നും അവന് ആവശ്യമില്ല. He's not asking anything else. അത് ഫ്രീ ആയി അവൻ നമുക്ക് ചെയ്തു തരുന്ന ദൈവമാണ്. It's absolutely free that he has given us നിന്റെ grace. ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ രക്ഷിതാവാണ് യേശുക്രിസ്തു. Jesus has said that cast your burdens on me, and that's the only word he said. നമുക്ക് ഇന്നത്തെ വിഷയം പരിഹരിക്കപ്പെട്ടാൽ മാത്രം പോരാ. It's not only today's thing needs to be done. എല്ലാ മനുഷ്യനും നാളെയെക്കുറിച്ച് വിചാരമുള്ള വ്യക്തികളാണ്. Everybody has something in the near future they think about. നമ്മുടെ ഭാവിയെക്കുറിച്ച് വിചാരമുള്ള The വ്യക്തികളാണ്. future thinking is always there in നമ്മുടെ mankind. ഭാവിയിൽ നമുക്ക് ഉത്തരം തരുവാൻ കഴിയുന്ന ഒരു വ്യക്തി ആവശ്യമാണ്. We need somebody to answer our future. Praise the Lord. ഹല്ലേലൂയ. അതിന് കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. There is only one person who can do it for us. നമ്മുടെ കർത്താവായ യേശു. It's our Lord Jesus Christ. ഹല്ലേലൂയ. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്തനായിരിക്കുക. നമ്മുടെ ദൈവത്തെ സ്തുതിക്കുക. Yes, Lord, because Jesus is the same yesterday, today, and forever. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ദൈവമക്കൾ പ്രത്യേകം ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. I will kindly request each one of you to pray for the preaching today. ഈ രാത്രി ഞാൻ പ്രസംഗിക്കാതിരിക്കാൻ പിശാച് എന്നോട് പോരാടുകയുള്ളൂ. The lot of times in this tonight not to be preached, Satan tried. ഞാൻ അതിനെ അതിജീവിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്താൽ ജയമെടുത്ത് ഈ രാത്രി പ്രസംഗിക്കുന്നു. In the blood of Jesus Christ, I redeem myself and I'm preaching today to you. നമ്മളെല്ലാം കടലെ കാണുന്നവരാണ്. We see the sea. ധാരാളം മനുഷ്യർ കടൽ കാണാറുണ്ട്. A lot of people see the sea. ചിലർ കടൽ തീരത്ത് പോയിരിക്കാറുണ്ട്. Some people sit at the shore. വാഹനങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ കടലെ കാണുന്നു. Whenever you travel to the vehicles, you see the shore. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ചില മനുഷ്യർ കടലിൽ നിന്ന് മത്സ്യങ്ങൾ പിടിക്കുന്നു, കടലിൽ കൂടി യാത്ര ചെയ്യും. A lot of people also fish when they go into that specific sea. എല്ലാ മനുഷ്യരും കടലിൽ നിന്ന് മീൻ പിടിക്കുകയില്ല. Not everybody catches a fish from the sea. എല്ലാ മനുഷ്യരും കടലിൽ കൂടി യാത്ര ചെയ്യുന്നു. Not everybody travels through the sea as well. കുറെ മനുഷ്യർ അങ്ങനെ ചെയ്യാറുണ്ട്. Many people do that. എന്നാൽ കടൽ കാണുന്നവരെ പോലെ അത്രയും ഇല്ല കടലിൽ കൂടെ യാത്ര ചെയ്യുക. It's not only the sightseeing, but there are certain people who travels within it. എന്നാൽ മൂന്നാമതൊരു കൂട്ടരുണ്ട്. But there is a third people who are. കടലിന്റെ ആഴത്തിലെ മുത്തുകൾ പുറത്തുണ്ട്. There are people who go into the depth of the sea to carry. അത് ഒത്തിരി മനുഷ്യരെ വെറുക്കയില്ല. Not everybody does that. അത് ചില മനുഷ്യർക്ക് മാത്രമേ കഴിയൂ. It's only certain category people do it. കടൽ കാണുന്നവരുടെ വ്യത്യസ്തമാണ് കടലിൽ കൂടെ പോകുന്നവർ. There is a difference between people who sightsee and who travel through it. അതിനേക്കാൾ ചുരുക്കമാണ് കടലിലെ മുത്തുപെറുക്കുന്നത്. But there are very few people who carries the gems from within it. ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ഇങ്ങനെയാണ് മനുഷ്യൻ പ്രാപിക്കുന്നത്. It is from God's word that mankind is delivered from. അനേകർക്ക് യേശുവിനെ അറിയാം. Many people know അനേകർക്ക് Jesus. വേദപുസ്തകം അറിയാം. Many people know അനേകർക്ക് Bible. ക്രിസ്തീയ പാട്ടുകൾ അറിയാം. They know Christian songs. പ്രസംഗിക്കാനും എഴുതുവാനും ഒക്കെ അനേകർക്ക് പ്രാപ്തിയുണ്ട്. Many people know to write and preach the word of God. നിത്യജീവന്റെ മൊഴികളെ കണ്ടെത്തുവാൻ ചിലർക്കേ കഴിയും. But very few people have everlasting word that has been treasured. ദൈവത്താൽ നിയമിക്കപ്പെട്ട. It has been appointed by God. രാത്രി നമുക്ക് അങ്ങനെയായിരിക്കും. Let's be in that form tonight. ആഴങ്ങളിൽ നിന്ന് കർത്താവേ എന്നോട് ഇടപെടുവാൻ ഈ രാത്രി From the depth of the word, let God speak to me that we are. പ്രാർത്ഥിച്ചാൽ ദൈവം ഇന്ന് രാത്രി പ്രവർത്തിക്കും. If we pray, God will do it. നമുക്കുള്ളത് ദൈവത്തിന്റെ പക്കലുണ്ട്. What we need is with God. നമുക്കുള്ളത് തരുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. God pleases to give you everything. പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. But let us surrender ourselves for it. ഹല്ലേലൂയ. Hallelujah. എനിക്ക് നിങ്ങളെ അറിയാം. I know you all. നിങ്ങൾക്ക് എന്നെ അറിയാം. You all know me. എന്നാൽ അതൊക്കെ പരിധിയാണ്. It is within our limits. എന്നാൽ ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് പോലും സത്യമായി അകം അറിയണമെന്നില്ല. If within a family the two persons may not know each other, എന്റെ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും. you might know the words that I speak, എന്റെ നെടുവീർപ്പിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുമോ? but the suffering within myself you would not എന്റെ know. ഉരുക്കശ്വാസത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ? Would you know the suffering that I'm carrying within ഞാൻ myself? ഒരു ലാബിൽ കൊണ്ടുപോയി എന്റെ ബ്ലഡ് കൊടുത്താൽ എന്റെ റിസൾട്ട് എനിക്ക് ലഭിക്കും. If I give my blood into the laboratory, I might get my result. എന്റെ കണ്ണുനീര് കൊടുത്താൽ അതിന്റെ അർത്ഥം പറഞ്ഞു തരുമോ? But if I give my tears, will they reply me somewhat I'm going through? ഇതൊന്നും ലോകത്ത് ഒരിടവും ഇല്ല സഹോദരങ്ങളെ. It is not within this world can be done. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ അർത്ഥം But God knows God. ആ അറിയുന്ന ദൈവം ഇന്ന് രാത്രി നമുക്കുള്ളത്. The person, the God who knows you is within ourselves right now. ദാവീദ് പ്രാർത്ഥിച്ചു എന്റെ ഞെരുക്കത്തിന്റെ ഒച്ച എന്ന്. ഞെരുക്കത്തിന്റെ ഒച്ചയുടെ അർത്ഥം ദൈവത്തിനെ അറിയത്തുള്ളൂ. David said that within my suffering I cried to the Lord. That cried to ദൈവം ഇന്ന് God. രാത്രി വൻകാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. God is going to do marvelous things for us tonight. Praise the Lord. ദൈവം എനിക്ക് തന്ന ഒരു ആലോചനയ്ക്ക് വേണ്ടി വിശുദ്ധ ദൈവവചനത്തിൽ യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കുക. Jeremiah chapter 31, 15 and 16. 15 and 16. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. വിലാപവും കഠിനവുമായ കരച്ചിൽ തന്നെ. റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. അവൾ ഇല്ലായ്കയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. ഒന്നുകൂടെ വായിച്ചാട്ടെ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. വിലാപവും കഠിനവുമായ കരച്ചിൽ തന്നെ. Lamentation and bitter weeping in a voice was heard in Ramah. റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു. മക്കളെ ചൊല്ലി കരയുന്ന റാഹേൽ എന്ന ഒരമ്മ. Rachel weeping for her children. അവർ ഇല്ലായ്കയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. അവൾക്ക് ആശ്വാസം ലഭിക്കാതെ ഇരിക്കുമ്പോൾ അടുത്ത വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ദൈവം ഇപ്രകാരം അവളോട് പറഞ്ഞു, കരയാതെ നിന്റെ
ശബ്ദവും കണ്ണുനീർ വാർക്കാതെ കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക. മകളെ, നീ കരയണ്ട, നീ കണ്ണുനീർ വാർക്കണ്ട. ദൈവം അരുളി ചെയ്യുന്നു. This is what the God Almighty says, that your eyes from tears should not be there and your work shall be rewarded, says the Lord. ഒരു ചെറുപ്പക്കാരി പെണ്ണ് A young woman വല്ലാതെ വാവച്ച് കരയുക, was weeping so bitterly. അവളുടെ പേരാണ് റാഹേൽ. Her name was Rachel. അവൾക്ക് ആശ്വാസം കൈക്കൊള്ളുവാൻ കഴിയുന്നില്ല. There is no comfort that was within her. സ്വർഗ്ഗത്തിലെ ദൈവം അവളെ കണ്ടിട്ട് അവളോട് പറഞ്ഞു, മോളെ, നീ കരയണ്ട, നിന്റെ കണ്ണ് അടച്ചുകൊള്ളുക. The Lord Almighty saw her cry and said that, do not cry, just close your eyes. നമുക്കറിയാം കണ്ണ് മനുഷ്യനെ അടയ്ക്കുന്നത് എപ്പോഴാണെന്ന്. We know when the eyes are closed for man. സാധാരണ ഉറങ്ങുന്ന സമയത്ത് കണ്ണടയ്ക്കുന്ന കാര്യമല്ല ഇത്. It is not when you sleep you close your eyes. ഈ കരയുന്ന സ്ത്രീ മരിക്കുവാൻ തുടങ്ങുകയാണ്. The weeping woman is going to die right now. ദൈവം അവളോട് പറയുകയാണ്, നീ കരയാതെ മരിച്ചുകൊള്ളുക, അഥവാ കണ്ണ് അടച്ചുകൊള്ളുക. God is telling her that just close your eyes and go on dying. നിങ്ങൾക്ക് ഈ ചരിത്ര പശ്ചാത്തലം അറിയാമെന്ന് എനിക്കറിയാം. I know that you know the history of this particular എങ്കിലും verse. ഈ വിഷയം ഗ്രഹിക്കേണ്ടതിന് അല്പം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. But just to understand the overview, let me just say a few words. ലാബാന് ഉണ്ടായ രണ്ട് പെൺമക്കളാണ് റാഹേലും ലേയും. Leah and Rachel was the two daughters of Laban. നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലാണ് അവർ ജനിച്ചത്. They were brought up in a wealthy family. ചേട്ടത്തിക്കും അനിയത്തിക്കും തമ്മിൽ ശാരീരികമായിട്ട് അല്പ വ്യത്യാസങ്ങളുണ്ട്. It is only in the bodily language they were different. റാഹേൽ എന്ന് പറയുന്ന അനിയത്തി സുന്ദരിയായിരുന്നു. Rachel was beautiful. അടുത്ത സഹോദരി ശാരീരികമായിട്ട് അല്പം വൈകല്യമുള്ളവൾ ആയിരുന്നു. But Leah was not so much, and she had some bodily problems. ഈ സൗന്ദര്യമുള്ള ഈ അനിയത്തി, അവളുടെ പേരാണ് റാഹേൽ. The person who was beautiful, her name was Rachel. അവളുടെ ജീവിതത്തിന് അവൾക്ക് ഒന്നിലധികം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. There are multiple problems in her own life. അത് അവൾ അതിജീവിച്ചു കൊണ്ടിരുന്നത് അവളുടെ സ്വഭാവത്തോടുള്ള ബന്ധത്തിലാണ്. She was overcoming it with her behavior. നാം ഇവിടെ ഇങ്ങനെയാണ് അവളെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്, അവൾ അവളുടെ ജ്യേഷ്ഠത്തിയോട് അസൂയ ഉള്ളവൾ ആയിരുന്നു എന്നാണ്. In Genesis we read that she was jealous towards her sister. അത് അവളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും സാധിക്കാത്തതിൽ അവൾക്കുണ്ടായ വിഷമം അവൾ പ്രകടിപ്പിക്കുന്ന രീതി ആയിരുന്നു. Because of the problems that she was facing, that's the time she was trying to reveal that to her. അങ്ങനെ അവൾ മുൻപോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. And the same way she was moving forward in her ആ life. സമയത്താണ് ആ വീട്ടിൽ ചെന്ന് യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ രണ്ട് സഹോദരിമാരെ വിവാഹം കഴിച്ചത്. That is the time when Jacob went there and got married to them. യാക്കോബ് റാഹേലിനെയും ലേയയെയും വിവാഹം കഴിച്ചു. Jacob married Leah and Rachel. അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നതിനാൽ ഞാൻ ആ ഭാഗം വിട്ടുകളയും. Since you all know the history from Genesis, that's the reason why I'm not explaining more about it. വർഷങ്ങള് യാക്കോബ് ആ ലാബാന്റെ വീട്ടിൽ അഥവാ ഭാര്യ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്ത് സമ്പന്നനായി മാറ്റപ്പെട്ടു. Many years Jacob worked with Laban and he became rich. ഒരു ദിവസം ദൈവം യാക്കോബിനോട് പറഞ്ഞു, നിന്റെ അപ്പന്റെ വീട്ടിലേക്ക് അവൻ തിരിച്ചു പോകുക. One day God appeared to Jacob and said, go back to your father's house. യാക്കോബ് തന്റെ ഭാര്യമാരുമായി ആലോചിച്ച് ദൈവം പറഞ്ഞതനുസരിച്ച് അപ്പന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. According to God's word, Jacob traveled with both of his wives towards his father's house. അവർ പോകുന്ന സമയത്ത് അമ്മായി അപ്പനോടോ അവിടെ ഉള്ളവരോടോ ഒന്നും ഈ കാര്യം പറഞ്ഞില്ല. While leaving from there, he did not discuss it with his father-in-law or his family. ഇവരുടെ പോക്ക് സുഖമാകില്ല എന്ന കാരണത്താൽ അത് മറച്ചു വെച്ചു. He knew that if he tells them it is not going to be successful to travel. അമ്മായിയപ്പനും അടിയന്മാരും ഒന്നും ഇല്ലാത്ത സമയം നോക്കി യാക്കോബും ഭാര്യമാരും അവർക്കുള്ളവരുമായിട്ട് ആ യാക്കോബിന്റെ അപ്പന്റെ വീട്ടിലേക്ക് യാത്ര പോയി. The moment he found out that his father-in-law and his other family members were not there, they started their journey. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ അമ്മായിയപ്പൻ ഈ വിവരം മനസ്സിലാക്കുകയും ഇവരുടെ പുറകെ ഓടിച്ചെല്ലുകയും ചെയ്തു. After a few days, Laban came to know about it and he started following them. ഗിലെയാദ് പർവ്വതം എന്ന ആ പർവ്വതത്തിന്റെ അടുക്കൽ വെച്ച് ഇവർ തമ്മിൽ കണ്ടുമുട്ടി. Gilead, they both came together. ആ സമയത്ത് ആ അമ്മായിയപ്പൻ അഥവാ ലേയയുടെയും റാഹേലിന്റെയും അപ്പനായിരിക്കുന്ന യാക്കോബിന്റെ അമ്മായിയപ്പനായിരിക്കുന്ന ലാബാൻ ഇവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. There is a question that was being said by Laban to Jacob when they met in Gilead. നിന്റെ അപ്പന്റെ വീടിനെ കുറിച്ചുള്ള താല്പര്യം കൊണ്ട് നീ ഇങ്ങനെയൊക്കെ ഓടിപ്പോന്നുവെങ്കിലും എന്റെ ഗ്രഹവിഗ്രഹം എന്തിനാണ് നീ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്?
He said that you wanted to go back, but why did you steal the idol from my house? യാക്കോബ് പറഞ്ഞു, ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല, എനിക്കുള്ളത് മാത്രമേ ഞാൻ കൊണ്ടുപോന്നിട്ടുള്ളൂ. Jacob replied that I did not steal anything, I just took what I have made from there. യാക്കോബ് പറഞ്ഞ പരമാർത്ഥമായിരുന്നു, അവന്റെ അറിവിൽ അവൻ യാതൊന്നും മോഷ്ടിച്ച് കൊണ്ടുവന്നിട്ടില്ല. According to Jacob, he said the reality because he did not know what happened. He just said, അവൻ അറിയാത്ത ഒരു സത്യം അവന്റെ കൂടാരത്തിനകത്തുണ്ടായിരുന്നു. but there was a truth that was hidden from him in the tent. അവന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരിക്കുന്ന ഈ റാഹേൽ ഈ അപ്പന്റെ വിഗ്രഹം എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നു. His beloved wife Rachel stole the idols from the father's house. ഇത് പിടികൂടാതിരിക്കാൻ വേണ്ടി ഒട്ടകക്കോപ്പിനകത്ത് വെച്ച് ഇവള് അതിന്റെ പുറത്ത് കയറിയിരുന്നു. What she did was she hid that particular thing into that camel so that nobody can see it. യാക്കോബ് പറഞ്ഞു, ആരുടെയെങ്കിലും പക്കൽ ഇത് കണ്ടുപിടിച്ചാൽ ആ വ്യക്തിയെ കൊന്നേക്കാൻ പറഞ്ഞു. Jacob said, if anyone was found with that, kill them right now. ബുദ്ധിമാനായ ലാബാനും കൂട്ടരും പരിശോധിച്ചിട്ട് ഒന്നും കണ്ടുകിട്ടിയില്ല. The intelligent people of Laban and his people did not find that. സ്നേഹിക്കുന്ന യാക്കോബിനെയും പ്രിയപ്പെട്ട അപ്പനെയും ഈ അന്വേഷണത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ റാഹേൽ ബുദ്ധിമതിയായിരുന്നു. Because Rachel was intelligent enough to take care of that situation. സഹോദരങ്ങളെ, ഒട്ടകക്കോപ്പിനകത്ത് വെച്ചാൽ അപ്പനെ ചതിക്കാം, ഭർത്താവിനെ വഞ്ചിക്കാം. Even if you hide it within the camel, you can deceive your husband and your father. എന്നാൽ അടിച്ചുവാനൊക്കെ കണ്ണുള്ളവനെ വഞ്ചിക്കുവാൻ കഴിയും. But with the flaming eyes of God, can you deceive him? അവൾക്ക് യാക്കോബിനെ അറിയാം, പക്ഷേ യാക്കോബിന്റെ ദൈവത്തെ അവൾക്ക് അറിയത്തില്ല. She knew Jacob, but she did not know who Jacob's God was. അവൾക്ക് യാക്കോബിന്റെ മിടുക്കും പ്രാപ്തിയും അറിയാം, പക്ഷേ യാക്കോബ് സേവിക്കുന്ന അവന്റെ പിതാക്കന്മാരുടെ ദൈവത്തെ അറിയത്തില്ല. She knew Jacob as a whole, but she did not know who Jacob's God ഈ was. സമയം അവൾക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം കൊടുത്ത അവസാനത്തെ സമയമാണ്. This was the last time that God had done a favor on her so that she can be redeemed. എനിക്ക് തെറ്റ് സംഭവിച്ചു എന്ന് ഏറ്റുപറഞ്ഞ് അവൾക്ക് അവിടെ വീഴാമായിരുന്നു. She could have hidden there and she could have asked forgiveness in God's presence. എന്നാൽ അവൾ അങ്ങനെ ചെയ്യാതെ ഈ തെറ്റ് അവളുടെ ബുദ്ധി കൊണ്ട് മറച്ചു വെച്ചു. She used her mind and intelligence and she hid the truth within everybody. അവൾ വഞ്ചിച്ചത് ദൈവത്തെ മാത്രമല്ല, ജീവന് തുല്യം അവളെ സ്നേഹിക്കുന്ന അവളുടെ ഭർത്താവിനെയാണ്. She did not deceive only Jacob but also everybody in there. അവൾ കളിയാക്കി അയച്ചത്, ഹാസ്യമാക്കി വിട്ടത് ആരെയെങ്കിലുമല്ല, അവളെ ജനിപ്പിച്ച അവളുടെ പിതാവിനെയാണ്. She deceived everybody including her own father. അവൾ പ്രസാദിപ്പിച്ചത് സത്യത്തിൽ ആ അന്യ ദൈവങ്ങളെയാണ്. She pleased everybody and including the idols that she carried. സ്വർഗ്ഗത്തിലെ യാക്കോബിന്റെ ദൈവം ഇത് കണ്ടു വേദനിച്ചു. The God of Jacob was grieved after seeing എന്നാൽ this. റാഹേലിനെ മോചിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ദേവന്മാർ ഇത് കണ്ട് സന്തോഷിച്ചു. But the idols that Rachel brought with her, the idols were happy about it. ദേവന്മാർ അവൾക്ക് ആലോചന കൊടുത്തു, നീ ബുദ്ധിമതിയാണ്, നീ മിടുക്കിയാണ്, നീ പ്രാപ്തിയുള്ള വ്യക്തിയാണ്. The idols gave her a message that you are intelligent, what you have done is good. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം ഒരു തീരുമാനം കുറിക്കൊണ്ടു, ഇവളെ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞാൻ എത്തിക്കുകയില്ല. But God of Jacob decided at that time that I will not let her go to the place. അവളെ യഥാർത്ഥ സ്ഥലത്ത് ഞാൻ എത്തിക്കുകയില്ല. I will not let her go to the place that I have planned. യാത്ര മധ്യത്തിൽ വെച്ച് ഉദ്ദേശിച്ച സ്ഥലത്ത് ചെല്ലുന്നതിന് അല്പദൂരം മാത്രമുള്ളപ്പോൾ ദൈവം ഇവളെ കൊല്ലുവാൻ തീരുമാനിച്ചു. Before reaching the destination, just few days back, she was being killed. അവളെ കൊല്ലുവാൻ വേണ്ടിയല്ല ദൈവം സൃഷ്ടിച്ചത്. She was not being created to be killed. അവൾക്ക് സൗന്ദര്യം കൊടുത്തത് അവളെ കൊല്ലുവാൻ വേണ്ടിയല്ല. She was beautified by God. അവൾക്ക് ജോസഫിനെ കൊടുത്തത് അവളെ കൊല്ലുവാൻ വേണ്ടിയല്ല. That not she was not being done in this world. മാനസാന്തരത്തിന് സമയം കൊടുത്തിട്ടും അവൾ മനം തിരിയാത്തതിനാൽ അവളെ കൊല്ലുവാൻ ദൈവം തീരുമാനിച്ചു. But after many a times after hearing the word and to be saved, God planned to kill her. ദൈവമേ, നാം ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. My dear brethren, let's fear God because falling into God's hand is the biggest trouble. ചെങ്കടൽ ഉണ്ടാക്കിയത് ഫറവോനെ നോക്കി കൊല്ലുവാൻ വേണ്ടിയല്ല. The ocean or the sea was not created to kill Pharaoh. എന്നാൽ ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളി ഇടേണ്ടി വന്നു ദൈവത്തിന്. But God had to do that to kill the Pharaoh and his army into the sea. ഫറവോനും സൈന്യവും ചെങ്കടലിൽ ഇറങ്ങി ചെന്നതല്ല. Pharaoh and all his people were not into the sea. അവരെ ചെങ്കടലിലേക്ക് എന്റെ ദൈവം തള്ളി ഇട്ടതാണ്. God pushed
തീരുമാനിച്ചു. But she did not get saved. God decided to kill her. അവളുടെ ആഗ്രഹമനുസരിച്ച് രണ്ടാമതൊരു കുഞ്ഞിനെ അവൾ ഗർഭം ധരിച്ചിരിക്കുകയാണ്. She was pregnant with the second child. അവൾ ഭർത്താവിനോട് പറഞ്ഞിട്ടുള്ളതും അവളുടെ ദൈവത്തോട് ഏറ്റവും അധികം പ്രാർത്ഥിച്ചിട്ടുള്ളതും അവൾക്ക് മക്കളെ കൊടുക്കേണ്ടതെന്നാണ്. The maximum thing that she prayed to God was to give her children. അവളുടെ ചേട്ടത്തി ധാരാളം മക്കളെ പ്രസവിക്കുന്നു. Her sister had a lot of children. അവളുടെ ദാസിമാര് ധാരാളം മക്കളെ പ്രസവിക്കുന്നു. Her maids had a lot of children. അവൾക്ക് മാത്രം മക്കളെ കിട്ടുന്നില്ല. Only she was not conceiving. അതുകൊണ്ട് അവൾ ഏറ്റവും അധികം പ്രാർത്ഥിച്ചിട്ടുള്ളത് അവൾക്ക് മക്കളെ ലഭിക്കണമെന്ന്. For that specific reason, the maximum prayer that she did was അവളുടെ പ്രാർത്ഥന അനുസരിച്ച് ഒന്നാമത് ഒരു മകനെ കൊടുത്തു. അവനാണ് ജോസഫ്. the first son was given to Rachel was Joseph. ജോസഫിനെ കിട്ടിയിട്ടും അവൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചില്ല. Even after receiving Joseph, she did not fear God. സത്യത്തിൽ ഈ കിട്ടിയ മറ്റെല്ലാ അവരുടെ ചേട്ടത്തിയുടെയും ദാസിമാരുടെയും മക്കളെക്കാൾ അനുഗ്രഹിക്കപ്പെടുന്നത് ജോസഫ് ആയിരുന്നു. Even though the maid and her sister's children, Joseph was the blessed one. അഥവാ യാക്കോബിന്റെ വീട്ടിലെ അനുഗ്രഹം സാക്ഷാൽ ജോസഫ് ആയിരുന്നു. In other words, the blessing of Jacob's family was Joseph. ജോസഫ് ഏത് വീട്ടിൽ ചെന്നാലും ആ വീട് അനുഗ്രഹിക്കപ്പെടുമായിരുന്നു. Any house where Joseph went, they were blessed. ഒരിക്കൽ ജോസഫ് പൊത്തിഫേറിന്റെ വീട്ടിൽ ചെന്നു. He went to Potiphar's ആ house. വീട് ദൈവത്താൽ മാനിക്കപ്പെട്ടു. God blessed it. ജോസഫ് മിസ്രയീമിൽ ചെന്നു. Joseph went to ആ Egypt. രാജ്യം ദൈവത്താൽ മാനിക്കപ്പെട്ടു. That specific country was blessed. എന്നാൽ എന്തുകൊണ്ട് ജോസഫിനെ പെറ്റു വളർത്തിയ അമ്മ ജോസഫിനാൽ മാനിക്കപ്പെട്ടില്ല? But why did Rachel, the mother of Joseph, was not being blessed? കണ്ടോ, അവൾ ഒത്തിരി പ്രാർത്ഥിച്ച് കിട്ടിയിട്ടും അതുകൊണ്ട് അവൾക്ക് മാനിക്കപ്പെടുവാൻ കഴിഞ്ഞില്ല. Even though she prayed for Joseph, she was not able to be blessed. ഞാൻ മുന്നോട്ട് വേഗത്തിൽ പോകട്ടെ. Let me go ahead fast. ജോസഫിനെ കിട്ടിയിട്ടും അവൾ ദൈവത്തെ ഭയപ്പെട്ടില്ല. Even though she got Joseph, she was not. രണ്ടാമത് ദൈവം അവൾക്ക് ഒരു മകനെ കൊടുക്കുവാൻ പോകുകയാണ്. She was supposed to get a second child, അവൾ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്നു. and she was fully about. ദൈവം നോക്കുന്നുണ്ട് ഇവൾ മനം തിരിയുമോ എന്ന്. God is looking into her whether she's going to come back, അവൾ മനം തിരിഞ്ഞില്ല. but she did not. ദൈവത്തിന്റെ സമയം അവസാനിപ്പാൻ പോകുകയാണ്. God's time is going to come to an end കാരണം യാക്കോബ് എഫ്രാത്തിലേക്ക് എത്തുവാൻ പോകുകയാണ്. because Jacob is going to reach Ephrath. ഇവൾ മനം തിരിയുകയാണെങ്കിൽ ഇവൾക്ക് എഫ്രാത്തിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കും. If she comes back to God, she is going to reach Ephrath, മനം തിരിയുന്നില്ല. but she did not. എഫ്രാത്തിലെത്തുവാൻ അല്പം ദൂരമുള്ളപ്പോൾ Before reaching Ephrath, ഇവൾക്ക് പ്രസവ വേദന ഉണ്ടായി. she had the labor pain. ആ വേദന കഠിനമായി തീർന്നു. It was very hard. അവളെ മരിക്കുവാൻ തക്ക വേദനയായി മാറ്റപ്പെട്ടു. The pain was so much that she's going to die അവളെ right now. ശുശ്രൂഷിക്കുന്നവർ പറഞ്ഞു, നീ മരിക്കുവാൻ പോകുകയാണ്. The person who was attending her said നീ she's going to die. മരിക്കുവാൻ പോകുകയാണ്. She's going to die right അവൾക്ക് now. മനസ്സിലായി അവൾ മരിക്കുവാൻ പോകുകയാണ്. She understood she's going to die. അവൾക്ക് നന്നായി വേദനിച്ചു. She was burdened and hard. അതാണ് നാം ഇവിടെ വായിക്കുന്നത്, അവൾക്ക് കഠിന വേദന ഉണ്ടായി എന്ന്. That's what we read her, that she was in real ആ pain. സമയത്ത് അവൾ വാ വെച്ച് നിലവിളിച്ചു. So she cried aloud. അതാണ് യിരെമ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. റാഹേൽ വല്ലാതെ നിലവിളിച്ചു. That's what the prophet Jeremiah has written, that Rachel cried. ഉച്ചത്തിൽ നിലവിളിച്ചു. Rachel cried aloud. എന്താണ് അവൾ നിലവിളിക്കുന്നത്? What did she cry? അവളുടെ മരണമല്ല അവൾക്ക് അപ്പോൾ വിഷയമായിരിക്കുന്നത്. Everything what was against her was not happening. അവളുടെ മക്കളാണ് അവൾക്ക് The വിഷയമായിരിക്കുന്നത്. children was the thing what she was praying about. ജോസഫിനെ ദൈവം ആ വീട്ടിൽ കൊടുത്തിട്ട് After Joseph was given to her, അവളുടെ ചേട്ടത്തിയുടെ മക്കളും ദാസിമാരുടെ മക്കളും ജോസഫിനോട് പോരാടുന്നത് ദീർഘനാളുകളായി അവൾ കണ്ടുകൊണ്ടിരിക്കുക. she was seeing that Joseph